ഹലോ എവരിവൺ, ടേൽസ് ആൻഡ് ടേസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി ഇറച്ചി പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. അധികം എണ്ണയോ അധികം മസാല ഇല്ലാത്ത ഒരു ഇറച്ചി പത്തിരിയുടെ റെസിപ്പി ആയിട്ട്. നല്ല ക്രഞ്ചിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണേലും അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഈ നെയ്യ് ചേർക്കുന്നത് നമ്മുടെ മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചേർത്താലും നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ പുറത്തൂടെ തേക്കുകയാണ്. നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ക്ലീൻ റാപ്പ് വെച്ചിട്ട് നമ്മുടെ മാവൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ക്ലീൻ റാപ്പ് അല്ലെങ്കിൽ സാധാ ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചാലും മതി. ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് സബോള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് ചിക്കനാണ്. ഈ ചിക്കൻ ഞാൻ മഞ്ഞളും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ആണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു എണ്ണയാണത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സബോളയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ സബോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നൈസായിട്ട് അരിഞ്ഞിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് കടിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത്. ഇനി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ പച്ചമുളക് കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുത്താലും മതി. അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് എക്സ്ട്രാ ഇതിലേക്ക് ഉപ്പൊന്നും ഞാൻ ചേർക്കാത്തത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക, അധികം കുഴഞ്ഞു പോകാൻ പാടില്ല. ചിക്കൻ ഓൾറെഡി വേവിച്ചതാണ്, അതുകൊണ്ടാണ് എക്സ്ട്രാ അധികം കുക്ക് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മാവ് വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കുക. അധികം നൈസായിട്ടല്ല, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മാവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം നൈസല്ല, ഒരു ഇച്ചിരി കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ മസാല സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു കട്ട് ചെയ്ത് എടുത്തേക്കുന്ന ഒരു പത്തിരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഇച്ചിരി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് മസാല ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പത്തിരി കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് സീൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് രണ്ടും വിട്ടിട്ട് നമ്മുടെ മസാല പുറത്തോട്ട് വരും.
അപ്പം ഇതുപോലെ എല്ലാതും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പരന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പത്തിരിയുടെ മുകളിൽ ഇതൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പത്തിരി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ക്രഞ്ചി ആയിട്ട് വരും. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ എഗ് വാഷ് ചെയ്ത ഭാഗം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മോൾ ഭാഗത്തും നന്നായിട്ട് എഗ് വാഷ് ചെയ്യുകയാണ്. അതുപോലെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് മോൾ ഭാഗത്ത് ഞാൻ എഗ് വാഷ് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എഗ് വാഷ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ആവും. അപ്പം നമ്മുടെ ഇറച്ചിപ്പത്തിരിയുടെ 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരിയുടെ 2 ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഇതുപോലെ ബാക്കിയെല്ലാം അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഓയിലൊന്നും ഇല്ലാണ്ട് അധികം മസാല ഇല്ലാത്ത ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പോവല്ലേ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുകൂടെ ഒന്ന് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കിടുക്കാച്ച് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.